Dear students, DBMS ലാബിന്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സബ് ക്വറീസ് ഓർ നെസ്റ്റഡ് ക്വറീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സബ് ക്വറീസ് എന്ന് പറയുന്നത് നെസ്റ്റഡ് ക്വറി എന്നും ഇന്നർ ക്വറീസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ക്വറീസ് വിത്തിൻ അനദർ SQL ക്വറി, അതാണ് ഉദ്ദേശിക്കുന്നത്. എംബഡഡ് വിത്തിൻ ദി വേർ ക്ലോസ്. ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ വേറൊരു സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക. ഇന്നർ ക്വറീസ് ഉണ്ടാവുന്നതിനെയാണ് സബ് ക്വറീസ് എന്ന് പറയുന്നത്. അതിൽ സബ് ക്വറീസ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഓപ്പറേറ്റേഴ്സും ഉപയോഗിക്കാറുണ്ട്. ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇൻ ബിറ്റ്വീൻ, എക്സെട്ര. ഓക്കെ, ഇനി അതിൽ സബ് ക്വറീസ് വിത്ത് സെലക്ടഡ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പ്രോഡക്ട്സ് ടേബിൾ എടുക്കണം. പ്രോഡക്ട്സ് ടേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിലാണ് നമ്മൾ ഇനി ക്വറീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വെയർ പ്രോഡക്ട്സ് ID ഇൻ സെലക്ട് പ്രോഡക്ട്സ് ID ഫ്രം പ്രോഡക്ട്സ് വെയർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ഉള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വെയർ പ്രോഡക്ട്സ് ID ഇന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിനുള്ളിൽ സെലക്ട് പ്രോഡക്റ്റ് ID ഫ്രം പ്രോഡക്ട്സ് വെയർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 പ്രൈസിലുള്ള പ്രൈസ് ID ഇൻ പ്രോഡക്ട്സ് വെയർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ഉള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഓൾറെഡി സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വെയർ പ്രോഡക്ട്സ് ID എന്നുള്ള കൊടുത്ത് നമ്മൾ ഇന്നറായിട്ട് സബ് ക്വറി ആയിട്ട് സെലക്ട് പ്രോഡക്റ്റ് ID ഫ്രം പ്രോഡക്ട്സ് വെയർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. 50 ഈക്വൽ ടു 50യും അതിനേക്കാൾ ഗ്രേറ്റർ ആയ പ്രോഡക്ട്സ് ID ഉള്ളത് ലിസ്റ്റ് ചെയ്ത് വരികയാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് സബ് ക്വറി ചെയ്യുന്നത്. സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ സബ് ക്വറി ഇതാണ്. ഇനി സബ് ക്വറീസ് വിത്ത് ദ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ദി ഡാറ്റ റിട്ടേൺ ഫ്രം സബ് ക്വറീസ് ടു ഇൻസേർട്ട് ഇൻ ടു അനദർ ടേബിൾ. വേറെ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് വി വാണ്ട് ടു ഇൻസേർട്ട് ദോസ് പ്രോഡക്ട്സ് ഫ്രം പ്രോഡക്ട്സ് ടേബിൾ. ഇപ്പോൾ ഓൾറെഡി ഒരു പ്രോഡക്ട്സ് ടേബിൾ ഉണ്ട് which have the price 30 or 60 ഉള്ളതിനെ ന്യൂ പ്രോഡക്ട്സ് ടേബിളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അതിന് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി പ്രോഡക്ട്സ് ഉണ്ട്, അതിൻ്റെ ഫീൽഡ് സെയിം സൈസും ഫീൽഡും ഉള്ള ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിന് ക്രിയേറ്റ് ടേബിൾ നെയിം വെച്ച് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് ന്യൂ പ്രോഡക്ട്സ് എന്നുള്ള ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റ് ടേബിൾ ന്യൂ പ്രോഡക്ട്സ് എന്നുണ്ട്. പ്രോഡക്ട്സ് IDന്റെ പ്രോഡക്ട്സ് നെയിം വാക്ക 50, യൂണിറ്റ് വാക്ക 10, പ്രൈസ് ഇൻഡ് എന്ന് പറഞ്ഞൊരു ടേബിൾ. നമ്മൾ ഓൾറെഡി പ്രോഡക്ട്സ് എന്നൊരു ടേബിൾ ഉണ്ട്, പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു ന്യൂ പ്രോഡക്ട്സ് എന്നൊരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ഇൻ ടു ന്യൂ പ്രോഡക്ട്സ്. ന്യൂ പ്രോഡക്ട്സിലേക്ക് നമ്മൾ സബ് ക്വറി ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നാണ് നോക്കുന്നത്. ഓക്കെ, അതിലേക്ക് ഇൻസേർട്ട് ഇൻ ടു ന്യൂ പ്രോഡക്ട്സ്. സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ്. പ്രോഡക്ട്സിലുള്ളതിനെ സെലക്ട് ചെയ്യുന്നു. വേർ പ്രൈസ് ഇൻ 30 and 60. ഓക്കെ, ഇത് 30യും 60യുമായ പ്രൈസ് വാല്യൂ ഉള്ളതിനെ മാത്രം നമ്മൾ ന്യൂ പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ന്യൂ പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിലേക്ക് ഇപ്പം ഈ 30യും 60യും ഉള്ളത് മാത്രം ഇൻസേർട്ട് ആയിരിക്കാം. ഓക്കെ, അത് നമ്മൾ
എടുത്തത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലുള്ള 13, 16 ആയ വാല്യൂ ഉള്ള പ്രൈസ് വാല്യൂ ഉള്ളതിന് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഇൻസേർട്ട് ഇൻ ടു ന്യൂ പ്രോഡക്ട്സ് അതിലൂടെ സബ് ക്വറി ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി സബ് ക്വറീസ് വിത്ത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് യു ക്യാൻ സെറ്റ് ന്യൂ കോളം വാല്യൂ ഈക്വൽ ടു ദി റിസൾട്ട് റിട്ടേൺ ബൈ എ സിംഗിൾ റോ സബ് ക്വറി. അതായത് നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നോക്കാം. ഇഫ് വി വാണ്ട് ടു അപ്ഡേറ്റ് ദ യൂണിറ്റ്സ് ഇൻ ന്യൂ പ്രോഡക്ട്സ് ടേബിൾ നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതിലേക്ക് വിത്ത് 210 kg ആക്കി മാറ്റണം. വേർ പ്രൈസ് ലെസ് ദാൻ മാക്സിമം പ്രൈസ് ഫ്രം പ്രോഡക്ട്സ് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂ പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ പ്രസന്റ്ലി നമുക്ക് ന്യൂ പ്രോഡക്ട്സിലുള്ളത് 1 kg ആണ് എല്ലാം. ഓക്കെ, അതിനെ നമ്മൾ പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സെറ്റ് യൂണിറ്റ്സ് 210 ആക്കിയിട്ട് 210 kg ആക്കിയിട്ട് മാറ്റും. ഏത്? പ്രൈസ് ലെസ് ദാൻ സെലക്ട് മാക്സിമം പ്രൈസ് ഫ്രം പ്രോഡക്ട്സ്. ഇതിൻ്റെ മാക്സിമം പ്രൈസ് എടുക്കും, അതിന് വെച്ച് ലെസ് ആയതിനെ മാത്രം 210 kg ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള ക്വറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 റോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ന്യൂ പ്രോഡക്ട്സ് നേരത്തെ എല്ലാം 1 kg ആയിരുന്നതാണ്, അതിൽ 210 kg ആയി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 30 പ്രൈസ് ഉള്ളത് മാത്രം. ഇതിൽ മാക്സിമം പ്രൈസ് 60 ആണ്, അതിൻ്റെ ലെസ് ആയത്. ഓക്കെ, ആ ടേബിളിലുള്ളത് ഈ 2 വാല്യൂ ആണ്, അത് മാത്രം 210 kg ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇനി അതിൽ സബ് ക്വറീസ് വിത്ത് ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അത് പ്രോഡക്ട്സ് ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണം. എന്താണ്? if we want to delete those orders from new products table where price less than maximum price from products. നേരത്തെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തല്ലോ, അതിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിലീറ്റ് ഫ്രം ന്യൂ പ്രോഡക്ട്സ് എന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്. where price less than select maximum price from പ്രോഡക്ട്സിലെ മാക്സിമം പ്രൈസ് അപ്പോഴേ നോക്കിയല്ലോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. ആ സെയിം കണ്ടീഷനാണ് നമ്മൾ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 210 kg ആയ ആ ഫീൽഡുകൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രോഡക്ട്സ് ടേബിളിനെ ബേസ് ചെയ്തിട്ട് ന്യൂ പ്രോഡക്ട്സിൽ ചേഞ്ചസ് വരുത്തി. ഓക്കെ, ഇങ്ങനെയാണ് സബ് ക്വറീസിൽ ഉപയോഗിച്ച് 2 ടേബിളുകൾ തമ്മിൽ ക്വറീസ് എഴുതുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പുതിയ DBMSൻ്റെ ക്ലാസ്സുകളുമായി അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.